ക്രിസ്തുവിൽ വാത്സല്യം നിറഞ്ഞ പ്രിയ സഹോദരരെ, ക്രിസ്മസ് കാലത്തെയും ക്രിസ്മസ് ആഘോഷങ്ങളെയും സുന്ദരവും ലളിതവുമാക്കുന്നതിൽ മാലാഖമാരുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. ഈ ക്രിസ്മസ് കഥകൾ, ക്രിസ്മസിനെക്കുറിച്ച് സുവിശേഷകർ പറഞ്ഞതൊക്കെ ധ്യാനിക്കുമ്പോൾ എല്ലായിടത്തും മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു, സഖറിയായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു, ഔസേപ്പിതാവിന് സ്വപ്നത്തിൽ ദർശനം നൽകുന്നു, ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇങ്ങനെ മാലാഖമാരെങ്ങും നിറഞ്ഞു നിന്ന് മനുഷ്യരെ നയിക്കുകയും അവരെ പ്രചോദിപ്പിക്കുകയും ദൈവോന്മുഖമായിട്ട് ജീവിക്കാൻ അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. മാലാഖമാരുടെ കാലം കഴിഞ്ഞു പോയോ? ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു ഹോളിവുഡ് ചലച്ചിത്രമുണ്ട്, ദ സിറ്റി ഓഫ് ഗാഡ്. മാലാഖമാർ നമ്മുടെ ഭൂമിയിൽ നിരന്തരം സന്നിഹിതരായിട്ട് അദൃശ്യരായി നിന്നുകൊണ്ട് മനുഷ്യരുടെ സംരക്ഷണ ചുമതലയുള്ള മനുഷ്യരെയൊക്കെ അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇങ്ങനെ സഹായിക്കുന്നതായിട്ടൊക്കെ ആ സിനിമ ചിത്രീകരിക്കുന്നു. ചില സമയങ്ങളിൽ വിമാനം ഓടിക്കുന്നവരൊക്കെ ഒന്ന് ഉറങ്ങിപ്പോകുമ്പോൾ ഒരു മാലാഖ വന്നിങ്ങനെ തട്ടി ഉണർത്തുന്നതൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാനാവും. മാലാഖമാരുടെ കാലം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇന്നും എന്നും മാലാഖമാർ നമ്മോട് കൂടെ ഉണ്ടെന്ന് സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു. സഭ പറയുന്നു, നമുക്കെല്ലാവർക്കും ദൈവം ഒരു കാവൽ മാലാഖയെ നൽകിയിട്ടുണ്ട്. അരൂപികളായ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് മാലാഖമാർ. അവർ നമ്മുടെ കൂടെയായിരിക്കുന്നു, നമ്മളെ നയിക്കുന്നു, നമ്മളെ സംരക്ഷിക്കുന്നു, ദൈവോന്മുഖമായിട്ട് ജീവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാലാഖമാരോടുള്ള സ്നേഹം മനുഷ്യരെ കൂടുതൽ ദൈവോന്മുഖമായിട്ട് വളർത്തി. പ്രത്യേകിച്ച് എനിക്കൊരു കാവൽ മാലാഖയുണ്ടെന്ന ബോധ്യത്തോടെ ആ മാലാഖയോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതം കുറേ കൂടി ദൈവോന്മുഖമാകുമെന്നൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുനാളുകളിൽ രുചിച്ചറിഞ്ഞു. ഇറ്റാലിയൻ അമ്മമാർ അവരുടെ മക്കളെ ആദ്യം പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളിലൊന്ന് കാവൽ മാലാഖയോടുള്ള പ്രാർത്ഥനയാണ്. അതിപ്രകാരമാണ്: ദൈവത്താൽ എന്നെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട എൻ്റെ മാലാഖെ, എന്നെ കാത്തു പരിപാലിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന്. എന്നിട്ടവർ കുഞ്ഞുമക്കളോട് പറഞ്ഞു കൊടുക്കും, എവിടെയെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോയാൽ, പെട്ടെന്ന് ഭീതിയോ ഉത്കണ്ഠയോ ഒക്കെ തോന്നിയാൽ ഈ മാലാഖയുടെ സഹായത്തോടെ ദൈവത്തെ വിളിച്ച് ഈ പ്രാർത്ഥന ചൊല്ലണം. നിനക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ സംരക്ഷണവും ലഭിക്കും. വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യർ പോലും ചെറുപ്പകാലങ്ങളിൽ പഠിച്ച ഈ പ്രാർത്ഥന ഓർത്തെടുക്കുന്നത് വിസ്മയത്തോടെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാർത്ഥന വഴി അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുമൊക്കെ കാണാം. മാലാഖമാരോടുള്ള ഒരു സ്നേഹം മാലാഖമാരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തിയാൽ അതുവഴി നമ്മൾ കൂടുതൽ ദൈവോന്മുഖമായിട്ട് വളരുകയും ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് സംരക്ഷിക്കുന്നു എന്ന ബോധ്യത്തിൽ വരികയും ചെയ്യും. സഭ പഠിപ്പിക്കുന്നു, ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ ആയിരിക്കുന്നവരാണ് ഈ മാലാഖമാർ. അതുകൊണ്ട് തന്നെ ഒരാൾ മരിക്കുമ്പോഴും നമ്മൾ പാടുന്നത് ഇതാണ്: പറുദീസ തന്നിലേക്ക് ഇയാളെ ആനയിക്കുവാനായിട്ട് മാലാഖമാർ എഴുന്നള്ളട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മളെ സംരക്ഷിക്കുന്ന മാലാഖമാരെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാവാം. എനിക്ക് ഒരു സുഹൃത്തുണ്ട്, പെട്ടെന്ന് നനച്ചിരിക്കാതെ അയാളൊന്ന് വീഴാനൊക്കെ പോകുമ്പോൾ അവിചാരിതമായിട്ട് വീഴാതെ അയാൾ രക്ഷപ്പെടുമ്പോൾ അയാളുടെ കാവൽ മാലാഖയ്ക്ക് നന്ദി പറയും, ദൈവത്തിനും നന്ദി പറയും. മാലാഖമാർ അരൂപികളാണെന്നാണ് പറയുക. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പിക്കുന്ന, ദൈവത്തെ പോലെ സഹായിക്കുന്ന, മനുഷ്യരെ നയിക്കുന്ന എല്ലാവരെയും നമുക്ക് മാലാഖമാരായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മൾക്ക് ഓരോരുത്തർക്കും മാലാഖമാരാകുവാനും കഴിയും. സഹായം ആവശ്യമുണ്ടായിരുന്ന ഒരു ആതുരാലയം അതിനായിട്ട് സന്നദ്ധ സേവകരെ ക്ഷണിച്ചിരുന്നത് മാലാഖമാരെ ആവശ്യമുണ്ട് എന്ന പ്രചാരണത്തിലൂടെയായിരുന്നു. നമുക്ക് മാലാഖമാരുണ്ട്, നമുക്കും വേണമെങ്കിൽ മാലാഖമാരായിട്ട് മാറാം എന്നീ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വമുണ്ടാകട്ടെ.